ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് കോട്ടയം സ്റ്റൈൽ ഒരു മീൻ കറിയും കപ്പ വേവിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ 1/2 കിലോ മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1 കിലോ കപ്പയും വെച്ചിട്ടുണ്ട്. ഇനി മീനൊക്കെ നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മളെ മീനൊക്കെ നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്ത് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമ്മളിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 2 നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളി വേണ്ടവർക്ക് ചെറിയുള്ളി, സവോള വേണ്ടവർക്ക് സവോള ഇടാം. ഞാനിവിടെ വല്യുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയെന്ന് വരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ നല്ല കളർ ഉണ്ടാവും നമ്മളുടെ കറിക്ക്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ പൊടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുടംപുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എണ്ണ തെളിയുന്ന വരെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചാറിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ട് പിറക്കിയിടാം. ഏത് മീനും ഇതുപോലെ കറി വെക്കാം കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ണി അയലയാണ്. നമ്മൾ ഈ കറിക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് 2, 3, 4 ദിവസമൊക്കെ ഇത് കേടാവാതിരിക്കും. നമ്മൾ തിളപ്പിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓരോ ദിവസം കൂടുമ്പോൾ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മീൻ വെച്ചിട്ട് പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ചാറിലേക്ക് ആ മീനൊക്കെ ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് വെട്ടി നല്ല കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് നല്ല കപ്പയായിരുന്നു കേട്ടോ, നല്ല വെന്ത് വരുന്ന കപ്പയായിരുന്നു. അത് കപ്പയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പൊളിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് കൊത്തി അരിഞ്ഞ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കപ്പയൊക്കെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ കപ്പയിലേക്ക് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെന്ത് കുറച്ചും കൂടെ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോൾ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കത്തില്ല കേട്ടോ. നമ്മൾ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ മീൻ കറിയൊക്കെ ഇവിടെ
റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ മുകളിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കപ്പയ്ക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്. ഞാനിവിടെ 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലി തൊലി കളയാത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഞുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കിയിരിക്കുന്നത്. അരപ്പൊന്ന് നമ്മൾ ചതച്ചേ എടുക്കാൻ പാടുള്ളൂ. ശേഷം നമ്മൾ വെന്ത് വന്ന കപ്പയിലേക്കൊക്കെ നമ്മളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കപ്പയെ അരപ്പും എല്ലാം കൂടെ നല്ല കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ താളിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറിയും കപ്പ വേവിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Fish.